ഇരിഞ്ഞാലക്കുട പടിയൂരിലെ അമ്മയും മകളെയും കൊന്നിട്ട് പോയ പ്രേംകുമാറിനെ കേദാർനാഥിലെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു. കേരളത്തിലെ കൊലക്കം സൃഷ്ടിച്ച ഒരു ഇരട്ടക്കൊലക്കേസായിരുന്നു ഇരിഞ്ഞാലക്കുടയിലെ പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്തുണ്ടായത്. മണി എന്ന 74 വയസ്സുകാരിയെ മകള് 41 വയസ്സുള്ള രേഖയും ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് 6 മാസം മുമ്പ് വന്നു ചേർന്ന ഭർത്താവ് പ്രേംകുമാർ അവിടുന്ന് രക്ഷപ്പെട്ടു. പ്രേംകുമാർ ഇതിനു മുമ്പ് തൻ്റെ ആദ്യത്തെ ഭാര്യയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പഴയ പ്രേമഭാജനം സുനിത ബേബിയെ കണ്ടതോടുകൂടി അവരുമായിട്ട് ഒന്നിച്ച് താമസിക്കുകയും ആദ്യത്തെ ഭാര്യയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്ന് അവരെ നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലിക്ക് ഇടയ്ക്ക് ഒരു കാറിൽ കൊണ്ടുപോയി ഡെഡ് ബോഡി അവിടെ കളഞ്ഞിട്ട് പോന്നു. ഇയാള് 3 മർഡർ ഇപ്പം ചെയ്തിരിക്കുന്നു. ഇയാൾക്കെതിരായിട്ട് കാട്ടൂർ CI ലുക്കൗട്ട് നോട്ടീസ് ഇട്ടിരുന്നു. ഇയാളുടെ തൊഴിൽ എന്താണെന്ന് അറിയില്ല. കോട്ടയം മണർകാടുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് റൂറല് കാട്ടാക്കട അടുത്തുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. ഇയാള് കോട്ടയം ചിങ്ങവനത്ത് താമസിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പല രീതിയിലുള്ള കഥകളാണ് കേൾക്കുന്നതെങ്കിലും ഇന്ന് വരെ ഇയാൾ ആര് എന്നറിഞ്ഞൂടാ. 40 വയസ്സുള്ള സുമുഖനായ ചെറുപ്പക്കാരൻ, കോസ്റ്റ്ലി ഷർട്ടും പാൻറ്റും ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് ഒരാള്. അയാള് ആര് കണ്ടാലും അയാളെ ശ്രദ്ധിക്കും. നല്ല പൊക്കം, നല്ല സൈസ്, സുമുഖൻ തന്നെ. പക്ഷെ ഇയാളെ ആണ് ഇപ്പം പോലീസ് അന്വേഷിച്ച് നടന്നത്. പക്ഷെ പോലീസിന് പിടി കൊടുത്തില്ല. കേദാർനാഥിനടുത്ത് അവിടെ പ്രേംകുമാർ, അവിടെ ഉത്തരാഖണ്ഡിലുള്ള ഈ സ്ഥലത്ത് ഒരു റിസോർട്ടില് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണപ്പെട്ടിരിക്കുന്നത്. ഇയാളുടെ ഫോട്ടോയൊക്കെ എടുത്തു, ഇയാളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട് അവിടുത്തെ പോലീസ്. തൃശ്ശൂർ SP അറിയിച്ചു ഇയാൾ അവിടെ മരിച്ചു കിടക്കുന്നെന്നുള്ള ഫോട്ടോ സഹിതം അയച്ചിട്ടുണ്ട്. ആളുടെ ഐഡന്റിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഇയാൾ തന്നെയാണ് മരണപ്പെട്ടത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പം ഹാർട്ട് അറ്റാക്ക് ആണ് എന്നാണ് വരുന്നത്. 40 വയസ്സുള്ള ആളാണ്, നല്ല പൊക്കവും നല്ല സൈസും ഉള്ള ആളാണ്. കേദാർനാഥിലെ ആ റിസോർട്ട് എന്ന് പറയുന്നത് മലയുടെ മുകളിലായിരിക്കും. അവിടെ കയറാൻ വളരെ ആയാസപ്പെട്ട് മാത്രമേ അവിടെ കയറാൻ ഒക്കുള്ളൂ. അവിടെ കയറി കഴിഞ്ഞപ്പോൾ മുറി ചെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഇയാൾ മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇയാളുടെ മരണത്തെപ്പറ്റി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ എന്താണ് മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ചിലപ്പോൾ ഇല്ലാത്ത ചില സാധനങ്ങളൊക്കെ കഴിച്ചെന്നും വരാം. അത് അവിടുത്തെ പോസ്റ്റ്മോർട്ടം ആയതുകൊണ്ട് കേരളത്തിലെ പോലെ അത്ര ശ്രദ്ധയിൽ ഉണ്ടായിരിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നത്. എങ്ങനെയാണ് ഇയാൾ മരിച്ചത്? ഈ നല്ല ആരോഗ്യമുള്ള ആള് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. മരണകാരണങ്ങൾ മറ്റൊന്നും അവർ കാണുന്നില്ല. എന്തായാലും പ്രേംനാഥിനെ പറ്റി കേരള പോലീസ് 3 മർഡർ ഇവിടെ ചെയ്തതാണ്. ഇവന്റെ പൂർവ്വചരിത്രം ഇന്ന് വരെ വെളിയിലായിട്ടില്ല. ഇവൻ ആരാണ്, എന്തായിരുന്നു തൊഴിൽ? ഈ സ്ത്രീകളെ പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് പല സ്ഥലത്തും ലോഡ്ജുകളിലും ഹോട്ടലുകളിലും താമസിക്കുകയും അങ്ങനെ നടക്കുന്ന ആൾക്ക് വരുമാനം എവിടുന്ന്? അതാണ് അറിയേണ്ടത്. ഇയാൾക്ക് എന്തായിരുന്നു തൊഴിൽ? മോഷണക്കാരനായിരുന്നു? അത് തന്നെയാണ് ഇവയാളുടെ വരുമാന മാർഗം എന്ന് സംശയമുണ്ട്. ഇയാളെ 40 വയസ്സായി. ഇയാളെ പറ്റി കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ അറിയാൻ ഇയാൾ എന്തുകൊണ്ട് ചിങ്ങവനത്ത് അവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ കൂടെ താമസിക്കുന്ന സ്ഥലത്താണ് ഇയാൾ താമസിച്ചതെന്നും വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഇയാളുടെ 3 കേസിന്റെ 3 കൊലക്കേസ് അതിൻ്റെ ഫാക്ച്വൽ റിപ്പോർട്ട് കോടതി പ്രതിയില്ലാതെ കൊടുക്കേണ്ടി വരും. ഇയാളെ പിടിക്കാനായിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ വിട്ടു പോകാതിരിക്കാനുള്ള കരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ കേരളം വിട്ട് നേരെ കേദാർനാഥിലേക്കാണ് പോയത്. തൃശ്ശൂര് അവിടെ ഈ മരണം നടന്ന കാട്ടൂർ CI അവിടെ, തൃശ്ശൂർ റൂറൽ SP അവിടെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇയാൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. ഇയാളുടെ അമ്മയും സഹോദരനും കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് ഇയാളോട് താല്പര്യമില്ല. അതുകൊണ്ട് കേദാർനാഥിൽ നിന്ന് ഇയാളുടെ ഡെഡ് ബോഡി കേരളത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അവിടെ തന്നെ ഇയാളുടെ ശവദാഹവും മറ്റും നടത്തും എന്നാണ് കരുതുന്നത്. കാരണം വീട്ടുകാർക്ക് ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് 3 കൊലക്കേസ് ചെയ്തയാളാണ്. നമ്മുടെ അറിവിൽ ഇതുവരെ 3 കൊലക്കേസുണ്ട്. അത് തന്നെയല്ല, ഓരോ കേസിന്റെയും പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുരൂഹതയാണ് ആ കൊലപാതകം. കഴുത്ത് ഞെരിച്ചാണ് ആ അമ്മയും മകളെയും കൊന്നു എന്ന് പറയുന്നു. ആദ്യത്തെ പെൺകുട്ടിയെയും വിദ്യയെയും
കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന് പറയുന്നു. ഇടയ്ക്ക് തൻ്റെ ഒരു പ്രേമവാചനം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിലും അവളോടൊപ്പം താമസിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഭാര്യയെ കൊന്നതെങ്കിലും അത് തീർച്ചയായിട്ടും രണ്ടാമത്തെ വിവാഹവും നടന്നില്ല, അവളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. ഇയാൾക്ക് 2 കുട്ടികളുണ്ട്. ആദ്യത്തെ ഭാര്യ വിദ്യയില്. ആ 2 കുട്ടികളെ വിദ്യയുടെ വീട്ടുകാർ തന്നെയാണ് നോക്കുന്നത്. ആ കുട്ടികളെ വിദ്യയെ കൊന്ന ശേഷം ആ കുട്ടികളുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് അടുത്ത ഒരു സ്ത്രീയുമായിട്ട് രേഖയുമായിട്ട് അടുപ്പമായി 5 മാസം അവരോടൊപ്പം വീട്ടിൽ താമസിക്കുകയും അവരെ അവസാനം കൊന്നിട്ട് പോവുകയും ചെയ്യുന്നു. ഇതുപോലെ കേരളത്തിലെ എവിടെയൊക്കെ പോയി ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവരെ ആൾക്കാരെ കൊന്നിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തതയില്ല, കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇയാൾ ഒരു കൊലയാളി തന്നെയാണ്. കൊല ചെയ്യുന്നതിൽ രസം കാണുക, അതിന് വലിയ അനുഭൂതി കിട്ടുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ചെയ്ത് അതിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അടുത്ത 2 കൂടെ ഒന്നിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് അയാൾ ആരാണെന്ന് അയാൾക്ക് പിടിവീഴുമെന്ന് മനസ്സിലായപ്പോൾ അയാൾ കേരളം വിട്ടു, കേദാർനാഥിൽ പോയി. അവിടെ ഇപ്പം മരിച്ചു കിടക്കുന്ന ഏത് രീതിയിലാണ് എന്ന് നമുക്ക് വ്യക്തതയില്ല. ഇയാളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂർ അറിയിച്ചപ്പോൾ അവിടുത്തെ തൃശ്ശൂരിൽ തന്നെ ഒരു അന്വേഷണ ടീം ഡൽഹിയിലുണ്ട്. അവരോട് ഉത്തരാഖണ്ഡിലേക്ക് പോയി ആ വിവരങ്ങളുടെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് മരിച്ചതെന്ന് അയാളുടെ ഫോട്ടോ കൊണ്ടൊന്നും അയാളുടെ കൈവശം ഉണ്ടായിരുന്ന രേഖകളിൽ നിന്നുമൊക്കെ മനസ്സിലാവും. ഈ തൃശ്ശൂരെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ ഇയാളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇയാൾ അവിടെ മരണപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട്, അയാൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചുകൊണ്ട് അവിടെ ഇതിൻ്റെ റെക്കോർഡുകളൊക്കെ ഇയാളെ കൈവശിരിക്കുന്നത് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കേരളത്തിലെ തൃശ്ശൂരുള്ള ഇരട്ടക്കൊല കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ റെക്കോർഡുകൾ ഇപ്പം പോകുന്നവർ തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് ആ കേസിൻ്റെ ഒപ്പം ചേർക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആള് മരണപ്പെട്ടു. അയാൾക്കെതിരായിട്ടൊരു പ്രോസിക്യൂഷൻ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. അയാൾ തന്നെയാണ് എന്നിപ്പം കൺഫർമേഷൻ വരും. ഈ 3 കേസുകൾ അല്ലെങ്കിൽ 3 കൊലപാതകങ്ങളും അതിന് കുറ്റചാർജ് പോലീസ് തയ്യാറാക്കിയെങ്കിലും ഫർദർ ആക്ഷൻ ഡ്രോപ്പ് ചെയ്ത് പോകും. ഒരു നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് വരുന്നത്.